കൃഷ്ണ രാധേ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് രണ്ട് വരിയുടെ അർത്ഥം ഒന്ന് കേട്ടാലും. ലളിതാ സഹസ്രനാമം എങ്ങനെ വന്നത്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഹയഗ്രീവമൂർത്തി. ആ ഹയഗ്രീവമൂർത്തി അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുക്കും ലളിതാ സഹസ്രനാമം. അഗസ്ത്യമുനി എന്ത് ചെയ്യും? അത് വേദങ്ങളുടെ വ്യാസനായ വേദവ്യാസന് പറഞ്ഞു കൊടുക്കും. ആ വേദവ്യാസൻ അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിർദ്ദേശിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാണും ദേവിയുടെ സ്തോത്രങ്ങളും ദേവിയുടെ വർണ്ണനകളും ദേവി മാഹാത്മ്യവും നാമങ്ങളും ഒക്കെയാണ് ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് ഓം ശ്രീ മാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. അപ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള ആ മാതാവ്, ഐശ്വര്യമുള്ള മാതാവ് മഹാരാജ്ഞിയാണ്, എല്ലാത്തിലും ശ്രേഷ്ഠമായ രാജ്ഞിയാണ്. ശ്രീമത് സിംഹാസനേശ്വരിയാണ്. ആ ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹത്തിൻ്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. ദേവിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് ആ സിംഹമാണ്. മഹിഷാസുര മർദ്ദനത്തിന് വേണ്ടി ദേവി സിംഹത്തിൻ്റെ മുകളിലാണ് ഉയർന്നു വന്നത്. പിന്നെ ചിദഗ്നികുണ്ഡ സംഭൂത, അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്നവളാണ്. എന്തിനു വേണ്ടി? ദേവകാര്യ സമുദ്ധ്യത, ദേവന്മാരുടെ കാര്യങ്ങൾക്ക് പരിഹാരം നൽകാൻ വേണ്ടി ദേവി ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായവളാണ്. അപ്പം ഹോമം നടത്തുകയാണ് ഇവർ, ഈ ദേവന്മാർ. അപ്പം ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി ഉയർന്നു വന്നവളാണ് ആ മാതാവായ ശ്രേഷ്ഠമായ മഹാരാജ്ഞിയായ ആ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ആ ലളിതാ പരമേശ്വരി എന്നാണ് ആദ്യത്തെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ബാക്കി പിന്നെ ഒരിക്കലും ഹരേ കൃഷ്ണ രാധേ രാധേ ലളിതാ സഹസ്രനാമം നമ്മൾ ചൊല്ലുകയും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചൊവ്വയും വെള്ളിയും കാരണം ദേവിയുടെ ദിവസങ്ങളാണല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾക്ക് മറ്റുള്ള ദിവസങ്ങളിൽ ചൊല്ലാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു ദേവിളക്ക് കത്തിച്ചു വെച്ച് അങ്ങനെയും ചൊല്ലാവുന്നതാണ്. ഹരേ കൃഷ്ണ രാധേ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.